ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈൽ അംലാനി. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. പ്രിയപ്പെട്ട മക്കളെ, എന്തൊക്കെയാണ്? എല്ലാവർക്കും സുഖമാണെന്ന പ്രതീക്ഷയോടുകൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. 10ാം ക്ലാസ് ലൈഫ് ഇതാക്കണം ഏകദേശം അവസാനിക്കാനായിട്ടുണ്ട്. ഈ തവണ നിങ്ങൾക്ക് എന്ത് വില കൊടുത്തും മാത്സിൽ A+ നേടുക എന്നത് നിങ്ങളുടെ സ്വപ്നമായിരിക്കും. നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ പഠിച്ച് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ട് അല്ലേ? സോ അങ്ങനെ നമ്മൾ ഒന്നാമത്തെ ദിവസം SLC എന്ന് പറയുന്ന ലൈഫിലേക്ക് നമ്മൾ കയറി വന്ന ഒന്നാമത്തെ ചാപ്റ്റർ പഠിച്ചൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇനി ഏകദേശം അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് മക്കളെ. ഈ ഒരൊറ്റ വീഡിയോയിൽ ഒരുപക്ഷെ ഒട്ടുമിക്ക കുട്ടികൾക്കും ടഫായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്, ചാപ്റ്ററാണ് പോളിനോമിയൽസ് അഥവാ ബഹുപദങ്ങൾ എന്ന് പറയുന്നത്. സോ ഈ ഒറ്റ വീഡിയോയിൽ ഈ എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണണം. നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഓൾറെഡി നിങ്ങൾക്ക് പരിചയമുള്ള ചോദ്യമാണെങ്കിൽ വീഡിയോ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾ അതിന് ആൻസർ ചെയ്ത് നോക്കണം. എന്നിട്ട് ആൻസർ കറക്റ്റ് ആണെന്ന് വെരിഫൈ ചെയ്യണം. നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. മക്കളെ ശ്രദ്ധിച്ചോളൂ. അപ്പോൾ നമ്മുടെ മിഷൻ മറ്റൊന്നല്ല, ഫുൾ ഔട്ട് ഓഫ് ഫുൾ അല്ല. അപ്പോൾ ഒന്നും നോക്കണ്ട, മാത്സിൽ നമുക്ക് ഫുൾ ഔട്ട് ഓഫ് ഫുൾ വാങ്ങണം. മക്കളെ ശ്രദ്ധിച്ചോളൂ. ഒന്നാമത്തെ മോഡൽ ചോദ്യം ഈ രീതിയിലായിരിക്കും. നിങ്ങളുടെ പരീക്ഷയ്ക്ക് വരുന്ന ഒരു ചോദ്യം, 2 മാർക്കിന്റെ ചോദ്യം ഈ രീതിയിലായിരിക്കും. ചോദ്യം സിമ്പിൾ ആണ്. ഇതുപോലെ ഏതെങ്കിലും ഒരു നമ്പർ തരും. x² - 4 എന്നോ, അല്ലെങ്കിൽ x² - 9 എന്നോ, അല്ലെങ്കിൽ x² - 2 എന്നോ, ഈ രീതിയിൽ ഏത് ചോദ്യം വന്നാലും മക്കളെ ഇത്രേ ഉള്ളൂ. ഇത് x² - y² ഫോർമാറ്റ് ആണ്. അപ്പൊ ആ 4നെ നമുക്ക് എങ്ങനെ എഴുതാം? 2² എന്ന് എഴുതാം. x² - 2². അപ്പൊ ഇതിന്റെ ഉത്തരം എന്താണ്? നമുക്കറിയാം x² - y² എന്ന് പറഞ്ഞാൽ x + y × x - y ആണ്. അപ്പൊ ആദ്യത്തെ ചോദ്യം എന്താണ്? ഈ കാണുന്ന രണ്ടാം കൃതി ബഹുപദത്തെ, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ 2 ഒന്നാം കൃതി, 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആക്കി എഴുതുക. ഇത്ര എഴുതിയാൽ ഫുൾ മാർക്കാണ്, 2 മാർക്കാണ്. ഇത്രേ ഉള്ളൂ ഈ കാണുന്ന ക്വസ്റ്റ്യൻ. ചിലപ്പോൾ ഇതിന്റെ പരിഹാരം, സൊല്യൂഷൻ കൂടി ചോദിച്ചാൽ ഈ കാണുന്നതിന്റെ സൊല്യൂഷൻ അഥവാ പരിഹാരം എന്താ? ഈ +2ന്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്താൽ ഈ -2ന്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്താൽ ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ. അപ്പൊ ഇത്ര എഴുതിയാൽ ഫുൾ മാർക്കാണ്. ഇത് ചോദിക്കാറില്ല, എന്നാൽ ഞാൻ അഡീഷണൽ ആയിട്ട് പറഞ്ഞെന്നുള്ളൂ. ഈ രീതിയിൽ പല ചോദ്യങ്ങൾ വരാറുണ്ട്. പരീക്ഷയ്ക്ക് വന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണിത്, x² - 1. അപ്പൊ x² - 1 വെച്ചാൽ നമുക്ക് എങ്ങനെ എഴുതാം? x² - 1നെ നമുക്ക് x² - 1² എന്ന് എഴുതാൻ പറ്റും. സോ ദ ആൻസർ ഈസ് x + 1 × x - 1. x + 1 × x - 1. ഇത്രേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ പരിഹാരം എന്താണ്? -1ഉം +1ഉം ആണ്. എന്നാൽ ഇതന്നെ കുറച്ച് ടഫായിട്ടും ചോദിക്കാറുണ്ട്. സെയിം ക്വസ്റ്റ്യൻ തന്നെ കുറച്ച് ടഫായിട്ടും ചോദിക്കാറുണ്ട്. അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയി കാണുന്നത് x² - 1/4. നമുക്കറിയാം 1/4നെ നമുക്ക് എങ്ങനെ എഴുതാം? 1/2² എന്ന് എഴുതാം അല്ലെ? 1ന്റെ സ്ക്വയർ ആണ് 1, 2ന്റെ സ്ക്വയർ ആണ് 4. അപ്പൊ 1/4 നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ? x + 1/2 × x - 1/2. ഫുൾ മാർക്കായി. എങ്കിൽ x² - 1/9ന്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യാം. ഓക്കെ മക്കളെ ശ്രദ്ധിച്ചോളൂ. ഇനി ഇതേ ചോദ്യം x² - 2 ആയിട്ടാണ് വന്നതെങ്കിലോ? അപ്പൊ നമുക്കറിയാം 2നെ നമുക്ക് പ്രത്യേകമായിട്ടൊരു നമ്പറിന്റെ എഴുതാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഏതൊരു നമ്പറിന്റെ സ്ക്വയർ എഴുതാൻ √2 ഇട്ടാൽ മതി. സോ 2നെ നമുക്ക് √2ന്റെ സ്ക്വയർ എഴുതി എന്ത് കിട്ടും? ഈസി ആയിട്ട് ആൻസർ കിട്ടും. x² - √2² പറഞ്ഞാൽ 2 ആണ്. സോ x + √2 × x - √2. ഇത്ര പഠിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാ ലെവൽ ക്വസ്റ്റിനും നിങ്ങൾ എന്താക്കി കഴിഞ്ഞു? പഠിച്ചു കഴിഞ്ഞു. ഇത്ര ഉള്ള ടോപ്പിക് പഠിക്കാൻ. ഇനി ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു കാര്യമുണ്ട്. അതിലേക്കാണ് ഞാൻ കടക്കുന്നത്. മക്കളെ ശ്രദ്ധിച്ചോളൂ. ഈ ഒരു ടേബിൾ ആണ് ആ കാര്യം. മക്കളെ വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ടേബിൾ ആണ്. ഈ ഒരൊറ്റ ടേബിൾ പഠിച്ചാൽ ഈ ചാപ്റ്റർ മുഴുവൻ പഠിച്ചു. ശ്രദ്ധിച്ചോ. ഒരു രണ്ടാം കൃതി ബഹുപദത്തിന്റെ ഘടകങ്ങൾ തന്നു. ഘടകങ്ങൾ ഫാക്ടേഴ്സ് x - 2 x - 5 ആണ് തന്നെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ അതിന്റെ സൊല്യൂഷൻ അഥവാ പരിഹാരം എന്ന് പറഞ്ഞാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് 2ഉം 5 ആയിരിക്കും അതിന്റെ സൊല്യൂഷൻ ഉണ്ടാവുക എപ്പോഴും. അപ്പോൾ +1ഉം -3 ആണെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് -1ഉം 3ഉം ആയിരിക്കും അതിന്റെ സൊല്യൂഷൻ ആയിട്ട് വരിക. എപ്പോഴും ശ്രദ്ധിക്കുക, സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ ആയിരിക്കും, പരിഹാരമായിരിക്കും. ഫാക്ടേഴ്സ് അഥവാ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ x ഉം n ഒക്കെ ഉണ്ടാവും അതിൽ വേണമെങ്കിൽ. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇനി ശ്രദ്ധിച്ചോ, x - a x - b ആണെങ്കിൽ എയും ബിയും എന്താണ്? സൊല്യൂഷൻ ആണ്, പരിഹാരമാണ്. ഇനി ഈ കാണുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണ്. 2, 5 എന്ന് പറയുന്നത് സൊല്യൂഷൻ പരിഹാരമാണെങ്കിൽ P(2) എന്ന് പറഞ്ഞാൽ എപ്പോഴും 0 ആയിരിക്കും. P(5) 0 ആയിരിക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാവരും ശ്രദ്ധിച്ചോ, ഒരു ചോദ്യ പേപ്പറിൽ നിങ്ങൾക്ക് P(3) = 0 എന്ന് തന്നാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? 3 എന്ന് പറയുന്നത് അതിന്റെ സൊല്യൂഷൻ ആണ് അഥവാ പരിഹാരമാണ്. ഫോർ എക്സാമ്പിൾ x² - 5x + 3. ഈ കാണുന്നതിൽ P(3) = 0 എന്ന് തന്നാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? 3 എന്ന് പറയുന്നത് ഇതിന്റെ ഒരു പരിഹാരമാണ്. അതായത് എക്സിന്റെ സ്ഥാനത്ത് 3 കൊടുത്താൽ ഉത്തരം 0 കിട്ടും. ഓക്കെ, സോ 3 സൊല്യൂഷൻ ആണെങ്കിൽ ഇതിന്റെ ഒരു ഫാക്ടർ എന്താ? x - 3. ഇതാണ് ഇതിന്റെ ഐഡിയ. 3 ആണെങ്കിൽ 3 സൊല്യൂഷൻ ആണ്, പരിഹാരമാണ്, x - 3 ഘടകമാണ്. ഇതേ ചോദ്യം P(-3) ആണെങ്കിലോ? -3 സൊല്യൂഷൻ ആണ്, x + 3 ഫാക്ടർ ആണ്. ഇതാണ് ഐഡിയ. തന്നെ തിരിച്ചും പറയാം. അപ്പൊ x - 2 ഘടകമാണെങ്കിൽ
2 സൊല്യൂഷൻ പരിഹാരമാണ് P(2) 0 ആണ്. ഈ ഒരു ഐഡിയ കിട്ടിയോ? ഈ ഒരു ഐഡിയ ആണ് ഏറ്റവും, വേറെ ഒന്നും പഠിക്കാനില്ല, ഈ ഒരു ഐഡിയ ഉണ്ടായാൽ മതി. ഇനി വേണമെങ്കിൽ തന്നെ ഞാൻ തിരിച്ചു തരാം. അപ്പോൾ -1 സൊല്യൂഷൻ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? P(-1) 0 ആണ്, x+1 ഫാക്ടർ ആണ്. കണ്ടോ? ഈ ഒരു സാധനം തന്നെ തിരിച്ചും മറിച്ചുമാണ് ചോദിക്കുന്നത്. ഈ ഒരു ഒറ്റ ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാപ്റ്റർ മുഴുവൻ പഠിക്കാൻ ശ്രദ്ധിച്ചോ. ഈ ഒരു ഒറ്റ ഐഡിയ വേറെ ഒന്നും പഠിക്കണ്ട. ഓക്കെ, ശ്രദ്ധിച്ചു. ഒരു ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. x-1 എന്ന് പറയുന്നത് ഒരു ബഹുപദത്തിന്റെ, ഒരു പോളിനോമിയലിന്റെ ഫാക്ടർ ആണെങ്കിൽ P(1) എന്തായിരിക്കും? ഫാക്ടർ ആണെങ്കിൽ 1 എന്ന് പറയുന്നത്, x-1 ഫാക്ടർ ആണെങ്കിൽ 1 എന്താണ്? സൊല്യൂഷൻ, പരിഹാരം. 1 സൊല്യൂഷൻ ആണ്, P(1) എന്താണ്? 0. അപ്പൊ P(1) എത്രയായിരിക്കും? കണ്ടോ? പരീക്ഷയ്ക്ക് വന്ന ക്വസ്റ്റ്യൻ. ഈ ചോദ്യം നോക്കി, ഈ കാണുന്ന ചോദ്യം നന്നായിട്ടൊന്ന് വായിച്ചു നോക്കി. P(x) തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം P(1) കാണാനാ. P(1) കാണാൻ എങ്ങനെ കണ്ടുപിടിക്കും? എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ 1 കൊടുക്കുന്നു. P(1) എന്ത് കിട്ടും? 2 × 1 സ്ക്വയർ, 2 × 1 സ്ക്വയർ മൈനസ് 3 × 1, 3 × 1 പ്ലസ് 1. 2 × 1 സ്ക്വയർ മൈനസ് 3 × 1 പ്ലസ് 1. 2 × 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് 3 × 1 എന്ന് പറഞ്ഞാൽ -3 പ്ലസ് 1. ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? 3 - 3 = ഇതാണ് ആൻസർ. P(1) ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 0 ആണ്. P(1) ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? സിംപ്ലി അത് 0 ആണ്. P(1) ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം എന്താ? 0 ആണ്. P(1) 0 ആണെങ്കിൽ മക്കളെ, റൈറ്റ് എ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ വിച്ച് ഈസ് എ ഫാക്ടർ ഓഫ് P(x). P(x)ന്റെ ഘടകമായിട്ടുള്ള ഒരു ഒന്നാം കൃതി ബഹുപദ ഇതാണ്. അപ്പൊ നമുക്കറിയാം P(1) 0 ആണെങ്കിൽ 1 എന്ന് പറയുന്നത് സൊല്യൂഷൻ ആണ്, x-1 എന്താണ്? ഫാക്ടർ ആണ്, അല്ലെ? x-1 എന്താണ്? ഘടകമാണ്. ഫുൾ മാർക്കാ ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആൻസർ. അപ്പം എന്ത് =0 കിട്ടിയാലും മനസ്സിലാക്കുക അതൊരു സൊല്യൂഷനും അതിന്റെ ഫാക്ടർ എഴുതാൻ പറ്റുമെന്നുള്ളത്. 0 അല്ലെങ്കിൽ ഫാക്ടർ അല്ല. അപ്പൊ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. സെറ്റ് ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ മക്കളെ. നിങ്ങൾക്കറിയാം നോമ്പൊക്കെ നോറ്റിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾക്കറിയാം ഈ നോമ്പിന്റെ സമയത്തും നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനുള്ള ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മാക്സിമം കിട്ടട്ടെ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കുകളൊക്കെ എളുപ്പമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു കമന്റ് നിങ്ങൾ ചെയ്യണം കേട്ടോ. അപ്പം ഇന്ന് രാവിലെ ഇപ്പോൾ +2ന്റെ ക്ലാസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ രാത്രി നിങ്ങൾ ക്ലാസ് ഉണ്ട്. നാളെ നമുക്ക് ഇത് എന്താക്കാനുണ്ട്? 10 മണിക്കൂറിന്റെ ക്ലാസ് പോകാനുണ്ട്. നിങ്ങളൊക്കെ ഉണ്ടാവണം കേട്ടോ. നമ്മുടെ മെയിൻ പരിപാടി എന്താണ്? നമ്മുടെ ഏറ്റവും മാസ്റ്റർ പീസ് ആയിട്ട് എന്താണെന്ന് വെച്ചാൽ അത് മറ്റൊന്നല്ല, അത് ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. അത് നിങ്ങൾ എല്ലാവരും ഉണ്ടാവും. സോ x-1 ഫാക്ടർ ആണ്. ഇത്ര ഉള്ളൂ ഈ കാണുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കിയാൽ മക്കളെ, ഇതേപോലുള്ള ഒരു ക്വസ്റ്റ്യനാ. ഫൈൻഡ് P(1). ഇതിന്റെ P(1) കാണാൻ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം P(1) = 1 സ്ക്വയർ പ്ലസ് 2 × 1 പ്ലസ് 5. ഇത് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 1 + 2 + 5 8 കിട്ടി. ഞാൻ ചോദിക്കട്ടെ, x-1ന്റെ ഫാക്ടർ ആണോ അല്ലയോ? x-1ന്റെ ഘടകമാണോ? അല്ല, കാരണം =0 അല്ല. ഏത് നമ്പർ കുറച്ചാൽ, 8 എന്ന നമ്പർ കുറച്ചാൽ എന്ത് കിട്ടും? ഫാക്ടർ ആവും. അപ്പൊ ഏത് നമ്പർ കുറച്ചാൽ എന്ന് വെച്ചാൽ ഈ ഉത്തരം എഴുതിയാൽ മതി. ഓക്കെ, ഏത് നമ്പർ കൂട്ടിയാന്ന് വെച്ചാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് എഴുതിയാൽ മതി. +-8 കൂട്ടണം. അപ്പൊ ഏത് നമ്പർ കുറച്ചാൽ എന്നാൽ കിട്ടിയ ഉത്തരം അങ്ങനെ തന്നെ എഴുതി വെച്ചാൽ മതി കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. x² + 2x + kയുടെ ഒരു ഘടകം x-1 ആണ് എങ്കിൽ k എന്തായിരിക്കണം? എന്താ ക്വസ്റ്റ്യൻ? x² + 2x + k ഇതിന്റെ ഒരു ഘടകമാണ് x-1 എങ്കിൽ kയുടെ വില എന്തായിരിക്കണം? പറയാം, x-1 ഘടകമാണെങ്കിൽ P(1) = എന്തായിരിക്കും? 0 ആയിരിക്കും. P(1) എന്തായിരിക്കും? 0 ആയിരിക്കും. P(1) 0 ആണെങ്കിൽ ഈ കാണുന്ന ക്വസ്റ്റ്യനിൽ P(1) കൊടുക്കാം. ദാറ്റ് ഈസ് 1² + 2 × 1 + k = 0. 1 + 2 + k = 0. സോ 3 + k = 0. സോ kന്റെ വാല്യൂ എത്രയാണ്? -3 ആണ്. kന്റെ വാല്യൂ എത്രയാണ്? -3 ആണ്. ഓക്കെ ആണോ? ഇതാണ് ഇതിന്റെ ഐഡിയ. ഈ രീതിയിൽ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും? ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ എഴുതാൻ പറ്റും. ഐഡിയ ക്ലിയർ ആണോ മക്കളെ? ഐഡിയ ക്ലിയർ ആണോ? അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു മോഡലാണ് ഈ കണ്ടത്. നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. പോളിനോമിയൽസ് എന്ത് വില കൊടുത്തും, പല ആൾക്കാരും സ്കിപ്പ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് പോളിനോമിയൽസ്. എന്ത് വില കൊടുത്തും നിങ്ങൾ എന്ത് ചെയ്യണം? ആ ചാപ്റ്റർ ഫുൾ മാർക്ക് വാങ്ങണം. അടുത്തൊരു ചോദ്യം നോക്കി. P(x) = x² + 2x ആണ്. കുറെ വെറൈറ്റി ചോദ്യങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. P(x)ൽ നിന്നും ഏത് സംഖ്യ കുറച്ചാൽ x-1 ഫാക്ടർ ആവും? ഈ P(x) നിന്ന് ഏത് നമ്പർ കുറയ്ക്കണം? അപ്പൊ നമ്മൾ P(1) കണ്ടുപിടിക്കാം. x-1 ഫാക്ടർ ആണെങ്കിൽ 1² + 2 1 + 2 ഏത് നമ്പർ കുറച്ചാലാ? 3 എന്ന് പറഞ്ഞ നമ്പർ കുറച്ചാൽ അതാണ് ആൻസർ. 2 മാർക്കായി. 3 എന്ന് പറയുന്ന നമ്പർ കുറച്ചാൽ എന്തായി? ഫാക്ടറായി. ഏത് നമ്പർ കൂട്ടിയാൽ എന്ന് വെച്ചാൽ -3 എഴുതിയാൽ മതി. ഇനി 2 മോഡൽ ചോദ്യം പഠിച്ചാൽ ചാപ്റ്റർ ഫുള്ള് കഴിഞ്ഞു. 2 മോഡലാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. പ്രിയപ്പെട്ട മക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള 2 മോഡൽ. ഈ രീതിയിൽ ഒരു ചോദ്യം വന്നാൽ പിന്നെ ഒന്നും നോക്കണ്ട, സിമ്പിൾ ആയിട്ട് ശ്രദ്ധിച്ചോ. x² - 5x + 6. ഒന്നാമത്തെ ചോദ്യം എന്താണ്? P(x) =
എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6. പി ഓഫ് 2 കാണാൻ 2 സ്ക്വയർ മൈനസ് 5 ഇൻറ്റു 2 പ്ലസ് 6. 4 മൈനസ് 10 പ്ലസ് 6. 6 4 10. 10 10 കുറച്ചാൽ 0. 6 4 10 10 10 കുറച്ചാൽ എത്രയാണ്? 0. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് മനസ്സിലായി പി ഓഫ് 2 ഈക്വൽ ടു എന്താണ്? 0 ആണ്. പി ഓഫ് 2 ഈക്വൽ ടു എന്താണ്? 0 ആണ്. അപ്പം തന്നെ നമുക്കറിയാം എക്സ് മൈനസ് 2 ഒരു ഫാക്ടറാ. പക്ഷെ അത് ചോദിച്ചോ? ഇല്ല. റൈറ്റ്. പി ഓഫ് എക്സ് ആസ് ദി പ്രൊഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. മക്കൾ ഇതെല്ലാവരും ശ്രദ്ധിക്കാം. പി ഓഫ് എക്സിനെ 2 ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതുക. അപ്പൊ ഇങ്ങനെ ഒരു പോളിനോമിയൽ തന്നുകൊണ്ട് ഇതിന്റെ ആൻസർ എഴുതാൻ പറഞ്ഞാൽ ഒരു സിമ്പിൾ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. എക്സ് സ്ക്വയറിന്റെ സ്ഥലത്ത് 1 ആണ് എങ്കിൽ ഈസി ആയിട്ടുള്ള ട്രിക്ക് ഉണ്ട്, എല്ലാവരും ശ്രദ്ധിച്ചോ. എ പ്ലസ് ബി ഈക്വൽ ടു എക്സിന്റെ കൂടെയുള്ള നമ്പർ എത്രയാണ്? -5 ആണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് എടുക്കാം. ശ്രദ്ധിച്ചോ, ചില ആൾക്കാർ നേരെ ആ നമ്പറിനെ എടുക്കാറുണ്ട്, പക്ഷെ അതിൽ നല്ല ഈ മെത്തേഡാണ്. ഓക്കെ, എ പ്ലസ് ബി ഈക്വൽ ടു എക്സിന്റെ നേരെയുള്ള നമ്പർ എടുക്കാം, -5 ആണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്താം. എ ബി ഈക്വൽ ടു ആ ലാസ്റ്റത്തെ നമ്പർ ഏതാണോ അത് അങ്ങനെ തന്നെ ചെയ്താം, മാറിപ്പോരുതേ. ഐ റിപ്പീറ്റ് അഗൈൻ, എക്സിന്റെ കൂടെ ഏതാണോ നമ്പർ അതിന്റെ ഓപ്പോസിറ്റ് ചെയ്താൽ. ഇവിടെ 1 ആണെങ്കിൽ മാത്രമാണ്, 2 ആണെന്ന കേസ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് രണ്ടും കൂടി ശരിയാകുന്ന നമ്പർ കിട്ടും, 2 ഉം 3 ഉം. ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ, ഇതിന്റെ പരിഹാരമാണിത്. ഈ കാണുന്നതിന്റെ പരിഹാരമാണിത്. നമ്മളോട് ചോദിച്ചത് ഇതിന്റെ ഘടകം ഏതാണ്, ഫാക്ടർ ഏതാണ്? സോ എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3 ആണ് ഇതിന്റെ ഫാക്ടർ. ഇത്ര ഇതാ 2 മാർക്കായി. ഇതിന്റെ ഫാക്ടർ ഏതാണ്? എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3. ഓക്കെ, അടുത്തൊരു ചോദ്യം ഉണ്ട് മക്കളെ. എന്താ ചോദ്യം? ഫൈൻഡ് ദ സൊല്യൂഷൻസ് ഓഫ് ദി ഇക്വേഷൻ എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 ഈക്വൽ ടു 0. ഇതിന്റെ സൊല്യൂഷൻ കാണാൻ 2 ഉം 3 ഉം ഫുൾ മാർക്ക് കഴിഞ്ഞു. ഇത്ര ഉള്ളത് ചെയ്യാം. ഈ രീതിയിൽ ഏത് ചോദ്യം വന്നാലും ഇത്ര ഉള്ളൂ. അപ്പൊ ഈ രീതിയിൽ വരുമ്പോൾ നിങ്ങൾ എന്താക്കുക, ഒന്ന് ശ്രദ്ധിക്കാം. ഇനി ഇത് അറിയാത്ത ആളുകൾ എന്ത് ചെയ്യുക? -b പ്ലസ് ഓർ മൈനസ് √b² മൈനസ് 4ac/2a എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ഏത് രീതിയിലും നിങ്ങൾക്ക് എന്താക്കാം, ആൻസർ ചെയ്യാം കേട്ടോ. അപ്പൊ ഇതാണ് ഇതിന്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ട് ചെയ്ത് പഠിക്കുന്ന ഒരു മോഡലാണ്. എന്നാൽ ഇതേ ചോദ്യം അല്പം കൂടി ട്വിസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ്. സെയിം ക്വസ്റ്റ്യൻ ട്വിസ്റ്റ് ആയിട്ട് വരും. കാണുമ്പോൾ പേടി തോന്നും, പക്ഷേ സിമ്പിളാ. കൺസിഡർ ദി സെക്കൻഡ് എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 5. പി ഓഫ് എക്സ് എന്താണ് മക്കളെ? വിലപ്പെട്ട അഭിപ്രായം പറയണം കേട്ടോ. എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 5. ഒന്നാമത്തെ ചോദ്യം, ഫൈൻഡ് പി ഓഫ് 1. പി ഓഫ് 1 എത്ര? എന്താണ് പി ഓഫ് 1 കിട്ടുക? 1 സ്ക്വയർ മൈനസ് 3 ഇൻറ്റു 1 പ്ലസ് 5. 6 മൈനസ് 3 ഈക്വൽ ടു 3. ഇതാണ് പി ഓഫ് 1. പി ഓഫ് 1 എന്ത് കിട്ടും? ഓക്കെ ആണല്ലോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ, സിമ്പിൾ ആണ്. എന്നാ ചോദിക്കട്ടെ, പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 1ന്റെ ഒരു ഫസ്റ്റ് ഡിഗ്രി ഫാക്ടർ എഴുതാൻ പറഞ്ഞാൽ, ഒരു ഒന്നാം കൃതി ബഹുപദം എഴുതാൻ പറഞ്ഞാൽ മക്കളെ ഇത്ര ഉള്ളൂ. പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 1ന്റെ ഒരു ഫാക്ടർ എഴുതാൻ സിമ്പിൾ ട്രിക്കാണ് എക്സ് മൈനസ് 1. പി ഓഫ് എക്സ് പ്ലസ് 1 ആണെങ്കിൽ എക്സ് പ്ലസ് 1 ആയിരിക്കും ഫാക്ടർ ഉണ്ടാവുക. അപ്പൊ ഇങ്ങനത്തെ ചോദ്യത്തിന് ഒരു വരിയിൽ തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്താൽ എക്സ് മൈനസ് 1 ഇതിന്റെ ഒരു ഫാക്ടർ ആയിരിക്കും, ഘടകമായിരിക്കും. എത്ര കഴിഞ്ഞാൽ മതി. അടുത്ത ചോദ്യം, റൈറ്റ് പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 1 ആസ് ദി പ്രൊഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. ഈ കാണുന്നതിനെ അല്ലെങ്കിൽ പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 1നെ 2 ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായിട്ട് എഴുതുക, ശേഷം പരിഹാരം കണ്ടുപിടിക്കുക. ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അങ്ങനത്തെ ചോദ്യം എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ സിമ്പിൾ ആണ്. എല്ലാവരും ശ്രദ്ധിച്ചോ. ആദ്യം നമ്മൾ പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 1 കാണുക. പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 1 എന്താണ്? പി ഓഫ് എക്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 5. എന്താണ് പി ഓഫ് 1? അത് നമ്മൾ കണ്ടുപിടിച്ചു, 3 ആണ്. അപ്പൊ ഇവിടുന്ന് കുറയ്ക്കുക 3. ഈ മൈനസ് ഞാൻ ഇവിടെ ഇട്ടു 3. അപ്പൊ എന്ത് കിട്ടും? എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 5 3 കുറച്ചാൽ 2. ആൻസറായി. അതിന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ എ പ്ലസ് ബി ഈക്വൽ ടു, ഇവിടെ 1 ആണ്, എക്സിന്റെ കൂടെയുള്ള നമ്പർ -3, അതിന്റെ ഓപ്പോസിറ്റ് എ ബി ഈക്വൽ ടു 2. ഇത് രണ്ടും കൂടി ശരിയാവുന്ന നമ്പർ ഏതാടാ? 1 2. അപ്പൊ ഈ കാണുന്നതിന്റെ സൊല്യൂഷൻ ആണ് 1 2. ഇതിന്റെ ഘടകങ്ങൾ ഫാക്ടർ ഏതൊക്കെ? എക്സ് മൈനസ് 1 ഉം എക്സ് മൈനസ് 2. കണ്ടോ? നമ്മൾ നേരത്തെ എഴുതി കണ്ടോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എക്സ് മൈനസ് 1 ഫാക്ടർ ആയി കണ്ടോ? എപ്പോഴും അങ്ങനെ ഉണ്ടാവുള്ളൂ. സോ അതാണ് ഐഡിയ എന്ന് പറഞ്ഞത്. ഇതാണ് ഈ ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്. സോ ഐഡിയ ക്ലിയർ ആണെന്ന പ്രതീക്ഷയോടുകൂടി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒറ്റ ക്വസ്റ്റ്യൻ. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ചാപ്റ്റർ ഫുള്ള് കഴിഞ്ഞടാ. ഇനി ഇതിൽ കുറെ ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസിലേക്ക് വാടാ. നമ്മൾ അവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന ചോദ്യത്തിന് ഉത്തരം എങ്ങനെ പറയാൻ പറ്റും നോക്കട്ടെ, ശ്രദ്ധിച്ചോ. ഇവിടെ ചെറിയ ട്വിസ്റ്റ് എന്താ? എക്സ് സ്ക്വയറിന്റെ കൂടെ 3 ആണുള്ളത്. അപ്പൊ ആദ്യത്തെ ചോദ്യം പി ഓഫ് 2 കാണാൻ, ദാറ്റ് ഈസ് 3 ഇൻറ്റു
2 സ്ക്വയർ മൈനസ് 5 ഇൻറ്റു 2 പ്ലസ് 7. അപ്പം 4 12 മൈനസ് 10 പ്ലസ് 7. 19 മൈനസ് 10 എന്ന് പറഞ്ഞാൽ 9 കിട്ടും. 19 മൈനസ് 10 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 9 കിട്ടും. ഇനി അടുത്തൊരു ചോദ്യം നോക്കിയാൽ മക്കളെ. റൈറ്റ് ദ പോളിനോമിയൽ ഗോട്ട് ബൈ സബ്സ്ട്രാക്ടിങ് പി ഓഫ് 2 ഫ്രം പി ഓഫ് എക്സ്. അതായത് പി ഓഫ് എക്സിൽ നിന്നും പി ഓഫ് 2 കുറച്ചാൽ എന്ത് കിട്ടും? അപ്പോൾ ചെയ്ത അതേ മോഡൽ തന്നെ. പി ഓഫ് എക്സ് നമുക്കറിയാം 3x സ്ക്വയർ മൈനസ് 5x പ്ലസ് 7. അതിൽ 9 കുറച്ചാൽ മൈനസ് 10. സോ 3x സ്ക്വയർ മൈനസ് 5x മൈനസ് 2 ഈക്വൽ ടു 0. ഇതാണ് കിട്ടുക. ഓക്കെ. എന്നാൽ അടുത്ത ചോദ്യം നോക്കി. ഇതിന്റെ രണ്ട് ഒന്നാം കൃതി ബഹുപദങ്ങളുടെ രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രൊഡക്റ്റ് ആക്കിയതാണ് ഗുണനഫലമായിട്ട് എഴുതാൻ പറഞ്ഞു. അതെങ്ങനെയാണ് ചെയ്യാം? അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ a പ്ലസ് ബി ഈക്വൽ ടു 5 എഴുതാൻ പറ്റൂല. കാരണം എക്സിന്റെ കൂടെ 3 ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് വെച്ച് ചെയ്യുക. എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് 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 5. മൈനസ് ബി പറഞ്ഞാൽ മൈനസ് മൈനസ് 5 പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ ഇൻറ്റു സി ബൈ 2a. അപ്പൊ എന്ത് കിട്ടും? 5 പ്ലസ് ഓർ മൈനസ് റൂട്ട് 25 പ്ലസ് 24. 4 ഇൻറ്റു 3 12, 12 ഇൻറ്റു 2 24. 2 മൈനസ് ഉണ്ടാവുകൊണ്ട് പ്ലസ് ഇടും ബൈ 6. ആൻസർ കിട്ടി 5 പ്ലസ് ഓർ മൈനസ് റൂട്ട് 49 ബൈ 6. അപ്പോൾ 5 പ്ലസ് ഓർ മൈനസ് 7 ബൈ 6 ദാറ്റ് ഈസ് 12 ബൈ 6 ഓർ മൈനസ് 2 ബൈ 6. ഇങ്ങനെ കിട്ടും ആൻസർ. 5 7 12 അതിൻ്റെ 6. 5 മൈനസ് 7 മൈനസ് 2 ബൈ 6. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2 ഓർ മൈനസ് 1 ബൈ 3. ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ. ഈ കാണുന്നതാണ് ഇതിന്റെ സൊല്യൂഷൻ അഥവാ പരിഹാരം. നമ്മൾ ചോദിച്ചത് ഘടകം ഇതാണ്. സോ ഫാക്ടർ ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 1 ബൈ 3. ഇത്ര ചെയ്താൽ ഫുൾ മാർക്കാണ്. ഇങ്ങനെയാണ് പോളിനോമിയൽസ് നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കല്. പ്രിയപ്പെട്ട മക്കളെ, ഐഡിയ ക്ലിയർ ആണെന്ന പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ ക്ലാസ്സിനെ പറ്റിയുള്ള നല്ലൊരു അഭിപ്രായം നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ഫീൽ ചെയ്തത് നിങ്ങൾ കമന്റ് ചെയ്യുക. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ എനർജി തരുന്നതും ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നതും നിങ്ങളുടെ കമന്റുകളാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിച്ചുകൊണ്ട് ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലന്റ് ലേണിംഗ്. നിങ്ങളുടെ കൂടെ ഉണ്ടാവിട. ഒരു പേടിയും പേടിക്കണ്ട കേട്ടോ. മാത്സ് നമ്മൾ പ്രൂഫ് പഠിക്കും. ബൈ.